കേരളത്തിന്റെ രാഷ്ട്രീയ ഹൃദയഭൂമിയായ പുതുപ്പള്ളിയിൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു MLA തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് അരനൂറ്റാണ്ട് കാലം ഈ മണ്ണിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി എന്ന ജനനായകനോടുള്ള വൈകാരികമായ ഐക്യദാർഢ്യം കൂടിയാണ്. ഈ വികാരം ജനമനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിലെത്തിയത്. സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനൊപ്പം പുതുപ്പള്ളിയുടെ ഗ്രാമീണ പാതകളിലൂടെ സൈക്കിൾ ചവിട്ടി നീങ്ങിയ രാഹുലിന്റെ ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുക ഗാന്ധിയൻ രാഷ്ട്രീയ ശൈലിയുടെ പുതുപ്പള്ളി പതിപ്പായിരുന്നു ഇത്. ചാണ്ടിയുമ്മൻ തന്റെ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വന്ന ശൈലിയാണ് സൈക്കിൾ യാത്ര. ആഡംബര കാറുകളിലോ വലിയ വാഹന വ്യൂഹങ്ങളിലോ സഞ്ചരിക്കാതെ കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടിയും നടന്നും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതി പുതുപ്പള്ളിക്കാർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഈ ശൈലിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചാണ്ടിയുമ്മനൊപ്പം സൈക്കിളിൽ ചേർന്നത്. ഉമ്മൻചാണ്ടിയുടെ ജനകീയതയുടെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ലാളിത്യമായിരുന്നു. ജനങ്ങൾക്കിടയിൽ ജീവിച്ചും ഏത് നിമിഷവും ആർക്കും ചെന്ന് കാണാവുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ചാണ്ടിയുമ്മന്റെ സൈക്കിൾ യാത്രയെന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നു. രാഹുൽ ഗാന്ധി കൂടി സൈക്കിളുമായി റോഡിൽ ഇറങ്ങിയതോടെ ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നായി മാറി. ആധുനിക കാലത്തെ ഡിജിറ്റൽ പ്രചാരണങ്ങൾക്കിടയിലും താഴെത്തട്ടിലുള്ള മനുഷ്യരുമായി നേരിട്ട് സംവാദിക്കാനുള്ള ഈ മാർഗം വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പാമ്പാടിയിൽ നടന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ്. അനാരോഗ്യം വകവയ്ക്കാതെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം രാഹുൽ വൈകാരികമായി അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലൂടെ ലോകം കണ്ടതൊരു നേതാവിനോട് ജനങ്ങൾക്കുള്ള സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിനുള്ള പ്രത്യുപകാരമായി ആദരസൂചകമായും കേരളത്തിലെ പ്രചാരണത്തിൽ താൻ നിർബന്ധമായും എത്തേണ്ട മണ്ഡലമാണിതെന്ന് രാഹുൽ പറഞ്ഞു. ഗാന്ധി കുടുംബവും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം വോട്ടർമാരെ ഓർമ്മിപ്പിക്കുക വഴി വൈകാരികമായി വോട്ടുകൾ ഏകീകരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ചും പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറ റബ്ബർ കൃഷിയാണ്. റബ്ബർ വിലയിടിവ് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ രാഹുൽ മറന്നില്ല. 10 വർഷം ഭരണത്തിൽ ഇരുന്നിട്ടും റബ്ബർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഇടത് സർക്കാരിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാഗ്ദാനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി നിശ്ചയിക്കും. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലെന്നും ഘട്ടം ഘട്ടമായി താങ്ങുവില 300 രൂപയിലേക്ക് ഉയർത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന ആരോപണം കർഷകർക്കിടയിൽ സജീവമാകാൻ ഈ പ്രഖ്യാപനം സഹായിക്കും. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എപ്പോഴും ഉയർത്തുന്ന ഒന്നാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ വാക്കുകളും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മകളെയും കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ചോദിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന മോദി സർക്കാർ കേരളത്തിലെ അഴിമതി ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നത് BJP-യും LDF-ഉം തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമലയിലെ സ്വർണം ഇടത് നേതാക്കൾ മോഷ്ടിച്ചിട്ടും എന്തുകൊണ്ടാണ് മോദി മിണ്ടാത്തതെന്ന ചോദ്യം വിശ്വാസികളുടെ വോട്ടുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കേരളത്തിൽ LDF ഭരിക്കണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്നും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഇരു പാർട്ടികളും കൈകോർക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയ രാഷ്ട്രീയത്തിൽ മോദി സർക്കാരിന്റെ വിദേശ നയങ്ങളെയും അദാനി ബന്ധത്തെയും രാഹുൽ എന്നും എതിർത്തിട്ടുണ്ട്. പുതുപ്പള്ളിയിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു. അമേരിക്കയുമായുള്ള കരാറുകളിലൂടെ ഇന്ത്യൻ കർഷകരെ മോദി വഞ്ചിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയില്ലാതെ ഇന്ധനം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഇന്ത്യക്ക് നാണക്കേടാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അദാനി അമേരിക്കയിലേക്ക് പോയാൽ പിടിച്ചകത്തിടുമെന്ന സ്ഥിതിയാണെന്നും BJP-യുടെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുമെന്നും പറഞ്ഞ് അമേരിക്ക മോദിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും രാഹുൽ ആരോപിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിക്കുന്ന അസ്ഥിരത വരുന്ന നാളുകളിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ പൊള്ളത്തരം തുറന്നു കാട്ടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആഗോള സാമ്പത്തിക സ്ഥിതിയെ പ്രാദേശിക രാഷ്ട്രീയമായി ബന്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പുതുപ്പള്ളിയിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ളതായിരുന്നു. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് വിപ്ലവകരമായ ഒരു സ്വപ്നമായി അദ്ദേഹം അവതരിപ്പിച്ചു. സ്ത്രീകളുടെ നേതൃത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസ് കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. മഹിളാ ശാക്തീകരണമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ UDF-ന് വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാഹുൽ ഗാന്ധിയുടെ പുതുപ്പള്ളി സന്ദർശനം കേവലം ഒരു രാഷ്ട്രീയ റാലി ആയിരുന്നില്ല, അതൊരു വലിയ സാംസ്കാരിക സംഗമം കൂടിയായിരുന്നു. സൈക്കിൾ ചവിട്ടിയും ജനങ്ങൾക്കിടയിലൂടെ നടന്നും അദ്ദേഹം പങ്കുവച്ചത് ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യമാണ്. റബ്ബർ താങ്ങുവില പ്രഖ്യാപനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള കടന്നാക്രമണം UDF പ്രവർത്തകർക്ക് പുതിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട്. പുതുപ്പള്ളിയിലെ ഗ്രാമീണ വീഥികളിലൂടെ സൈക്കിൾ ചവിട്ടി നീങ്ങിയ രാഹുലിനെ കാണാൻ തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടം വ്യക്തമാക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹത്തിനും ലാളിത്യത്തിനും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ വിലയുണ്ടെന്നാണ്. തിരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരിക്കും.